ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകലിൽ നമുക്ക് അല്പസമയമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. ഒരു ചില തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ച ഒരു വേദഭാഗം തന്നെയാണ്. അത് തുടർന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരാം. യോഹന്നാന്റെ 1-ാം ലേഖനത്തിലേക്ക് 8-9 വാക്യങ്ങൾ 2:1. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങളും 2-ാം അധ്യായം 1-ാമത്തെ വാക്യവും. നാം പറയുന്നെങ്കിൽ നമ്മൾ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. നമ്മുടേതിന് മാത്രമല്ല സകല ലോകത്തിന്റെയും പാപത്തിന് തന്നെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ അല്പസമയം ധ്യാനിക്കുന്നത്. ഈ തിരുവെഴുത്തിൽ നിന്ന് കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ രാത്രിയുടെ കൂട്ടായ്മകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നമ്മൾ ഒരു ചില കാര്യങ്ങൾ കൂടെ ഇന്ന് പകലില് ചിന്തയ്ക്ക് വിധേയമാക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഓർപ്പിച്ച ഒരു ഭാഗമുണ്ട്. പ്രാർത്ഥനയ്ക്ക് 7 തലങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. ഇവിടെ ആ ഏറ്റുപറച്ചിലിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. യോഹന്നാൻ പറയുകയാണ്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കും എന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. പാപം മറച്ചു വെച്ചാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? അത് പാപം മറച്ചു വെക്കുന്നവരിൽ സത്യമില്ല, വചനം അവനിൽ ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. മാത്രമല്ല, അവൻ ഇരുളിലാണ് വസിക്കുന്നത്, കൂട്ടായ്മ അവന് ഇല്ല എന്നിത്യാദി വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. അത് നിമിത്തം നമ്മുടെ സ്വഭാവം ദൂഷ്യപ്പെടുന്നു, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ അത് മലീമസമാകുന്നു എന്നൊക്കെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിഞ്ഞു. വീണ്ടും അതിനോട് ചേർന്ന് തമ്പുരാൻ നമ്മുടെ പാപം എത്ര വട്ടം ക്ഷമിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി തന്നു. എത്ര പ്രാവശ്യം പാപം ചെയ്താലും അത് സത്യസന്ധമായി നാം ദൈവത്തോട് അപേക്ഷിക്കുമെങ്കിൽ അതിന് പ്രായശ്ചിത്തം ഉണ്ട് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം ദൈവമക്കൾ പാപം ചെയ്യരുത്, പാപം ചെയ്യാതെ ജീവിക്കണം. പാപം വാതിൽക്കലാണ് കിടക്കുന്നത്. പാപത്തിന്റെ ആഗ്രഹം നമ്മോടാണ്. അതുകൊണ്ട് പാപത്തെ ദൈവജനം കീഴ്പ്പെടുത്തേണ്ടതാകുന്നു. തിന്മയെ ജയിക്കേണ്ടത് ഒരു ദൈവവൈദ്യന്റെ ദൗത്യം എന്ന് നമുക്ക് ധ്യാനിക്കുവാനായി കഴിഞ്ഞല്ലോ. 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അങ്ങനെ സ്തോത്രം ചെയ്യുന്നു, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് എഴുതുന്നു. അടുത്ത ഭാഗം, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു.
അപ്പോൾ ഈ വാക്യങ്ങളിൽ 12, 13 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തു നീതിമാനായ ഒരു കാര്യസ്ഥനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. 2, അവൻ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മുടെ പാപത്തിന് മാത്രമല്ല, സകല ലോകത്തിന്റെയും പാപത്തിന് അവൻ പ്രായശ്ചിത്തം ആകുന്നു എന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തു നമ്മുടെ കാര്യസ്ഥനാണ്, ക്രിസ്തു നമ്മുടെ പ്രായശ്ചിത്തമാണെന്ന് ഇവിടെ വ്യക്തമാണ്. നാം ഈ വിഷയത്തോടനുബന്ധിച്ച് നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ പ്രധാനമായി പാപ പരിഹാരാർത്ഥം ചില യാഗങ്ങൾ മനുഷ്യൻ നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് ലേവ്യ പുസ്തകത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. യാഗത്തിന്റെ പ്രമാണങ്ങൾ, യാഗത്തിന്റെ വ്യവസ്ഥകൾ, ആരൊക്കെ യാഗമർപ്പിക്കണം, ഏതിനെല്ലാം ഉള്ള യാഗമാണുള്ളത്, എന്തൊക്കെ യാഗങ്ങളാണുള്ളത് ഇത്യാദി വിഷയങ്ങളെല്ലാം വളരെ ആധികാരികമായി ലേവ്യ പുസ്തകം 1-ാം അധ്യായം മുതൽ നമുക്ക് ഗ്രഹിക്കാനായി കഴിയുന്നുണ്ട്. കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. അപ്പോൾ പഴയ നിയമത്തിൽ പ്രധാനമായി നമ്മൾ പഠിക്കുന്നു 5 തരത്തിലുള്ള യാഗങ്ങളുണ്ട്. 5 തരത്തിലുള്ള യാഗങ്ങളുണ്ട്. അത് 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഹോമയാഗത്തിന്റെ പ്രമാണത്തോടു കൂടെയാണ് 1-ാം അധ്യായം ആരംഭിക്കുന്നത്. ഹോമയാഗമുണ്ട്, അതുപോലെ ഭോജനയാഗമുണ്ട്, സമാധാനയാഗമുണ്ട്. ഈ 3 യാഗങ്ങൾ ഒരു മനുഷ്യൻ സ്വമേധയാ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന യാഗങ്ങളാണ്. ആരുടെയും നിർബന്ധം കൂടാതെ, ആരുടെയും പ്രേരണ കൂടാതെ സ്വയമായി അർപ്പിക്കുന്ന യാഗങ്ങളാണ് ഈ ഹോമയാഗം, സമാധാനയാഗം, അതുപോലെ ഭോജനയാഗം. അപ്പോൾ സമാധാനം സ്വയമായിട്ട് ആരുടെയും പകരം ഇഷ്ടമില്ലാതെ നാം സ്വന്തം മനസ്സോടുകൂടെ അർപ്പിക്കുന്ന യാഗങ്ങളാണ് ഈ പറയപ്പെട്ട 3 യാഗങ്ങൾ. അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ 2 യാഗങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് പാപയാഗം, മറ്റൊന്ന് അകൃത്യയാഗം. പാപയാഗവും അകൃത്യയാഗവും സ്വയമേ ചെയ്യേണ്ടത് അല്ല, അവൻ അത് നിർബന്ധപൂർവം ചെയ്യേണ്ട ഒന്നാണ്. അവൻ യാതൊരു മനുഷ്യനും, യാതൊരു ഇസ്രായേലിന്റെ അഭിഷിക്തനും, യാതൊരു ഇസ്രായേലിന്റെ പ്രമാണിയും, യാതൊരു ഇസ്രായേൽ സഭയും മുഴുവനായി ചെയ്യേണ്ട യാഗമാണ് അകൃത്യയാഗവും പാപയാഗവും എന്ന് പറയുന്നത്. മനസ്സിലായവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. അപ്പോ ഈ പാപയാഗത്തിന്റെ പ്രമാണം നമ്മൾ ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ നിലയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് യാഗം കഴിക്കേണ്ടത്? 4-ാം അധ്യായത്തിൽ ആരൊക്കെയാണ് യാഗം കഴിക്കേണ്ടത്, പാപയാഗം അർപ്പിക്കേണ്ടത് ആരൊക്കെയാണ് അവിടെ നമ്മൾ പഠിക്കുന്നു. അഭിഷിക്തനായ പുരോഹിതൻ അവിടെ യാഗം കഴിക്കണം. എന്താണ് യാഗം കഴിക്കേണ്ടത്? ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെയാണ് അഭിഷിക്തനായ പുരോഹിതൻ പാപയാഗമായി അർപ്പിക്കേണ്ടത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2, ഇസ്രായേൽ സഭ പാപയാഗം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് ഇസ്രായേൽ സഭ തിരഞ്ഞെടുക്കേണ്ടത് ഒരു കാളക്കിടാവിനെയാണ് എന്ന് എഴുതിയിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 27-ാം വചനം പഠിക്കുമ്പോൾ, ജനത്തിൽ ഒരുത്തൻ പാപം ചെയ്താൽ അവൻ ഊനമില്ലാത്ത ഒരു പെൺകോലാടിനെ യാഗമായി അർപ്പിക്കാം. അല്ല, ആട്ടിൻകുട്ടിയിൽ ഒന്നാണെങ്കിൽ ഒരു പെൺ ആട്ടിൻകുട്ടിയെ അവൻ യാഗം അർപ്പിക്കണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു പ്രമാണി പാപം ചെയ്തു കഴിഞ്ഞാൽ, ജഗത്തിൽ പ്രമാണി പാപം ചെയ്താൽ ഒരു ആൺകോലാടിനെ അവൻ യാഗം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും യാഗത്തിലുള്ള പ്രമാണം അവൻ ലേവ്യ പുസ്തകത്തിനകത്ത് വ്യക്തമായ നിലയിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാപയാഗം അർപ്പിക്കുന്നതിന് മുന്നമേ അർപ്പകൻ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവൻ എന്ത് പാപം ചെയ്തു എന്ന് അവൻ എന്ത് ചെയ്യണം? സമ്മതിക്കണം. 2, അവൻ ഏറ്റുപറയുവാനിടയാകണം. ഒന്ന്, അവൻ പാപം ചെയ്തു എന്ന് സമ്മതിക്കണം. 2,
അവൻ ഏറ്റുപറയണം, അവന്റെ പാപത്തെ ഏറ്റുപറയണം. സാധാരണ നമ്മുടെ ഇവിടെ ഉള്ളതായ ചില സഭകളിൽ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് കുമ്പസാര കൂട്ടിൽ കയറി അവൻ ബലഹീനനായ അല്ലെങ്കിൽ പാപമുള്ള പുരോഹിതനോട് അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു കിട്ടുവാൻ ഇവിടത്തെ ഒരു കൂട്ടം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കുമ്പസാര കൂട്ടിൽ കയറി പാപങ്ങൾ തുറന്നു പറഞ്ഞ് ക്ഷമാപണം ലഭിച്ച നിലയിൽ കടന്നു വരുന്നു. എന്നാൽ മനുഷ്യനോടല്ല നമ്മൾ പാപം ഏറ്റു പറയേണ്ടത്. അവൻ മനുഷ്യനോട് ചെയ്ത കളവുകൾ, മനുഷ്യനോട് ചെയ്ത തിന്മകൾ, അവനോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഈ പാപങ്ങൾ ഏറ്റുപറയാനുള്ള സ്ഥലമാണ് യേശുവിന്റെ കാൽവരി എന്ന് പറയുന്നത്, യേശുവിന്റെ പാദപീഠം എന്ന് പറയുന്നത്. അവനെ ആ പാദപീഠത്തിൽ മാത്രമേ നമ്മുടെ പാപത്തിന് പരിഹാരമുള്ളൂ എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ പാപമുണ്ടെന്ന് സമ്മതിക്കണം, പാപം അവൻ ഏറ്റുപറയണം. മൂന്നാമതായിട്ടാണ് പാപത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടത്. അപ്പോൾ പ്രായശ്ചിത്തം വരുത്തേണ്ടതിനാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ യാഗമൃഗങ്ങളെ എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. ഈ യാഗമൃഗങ്ങളെ അവൻ കൊണ്ടുവരുമ്പോൾ പ്രധാനമായിട്ട് ഈ യാഗമൃഗത്തെ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? യാഗമൃഗത്തിന്റെ മേൽ ഈ സ്തോത്രം ചെയ്യുന്നു കൊണ്ടുവന്നതിന് ശേഷം ഈ യാഗമൃഗത്തിന്റെ മേൽ കൈവച്ച് അവനിലെ ഈ യാഗമൃഗത്തിലേക്ക് ഈ മനുഷ്യന്റെ പാപത്തെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങോട്ട് ആ മൃഗത്തിലേക്ക്, ആ പാപം അറിയാത്ത ആ മൃഗത്തിലേക്ക് ഈ മനുഷ്യന്റെ പാപത്തെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു കൈവെപ്പിലൂടെ. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതിന്റെ തോലിരിക്കുന്നു, അതിന്റെ രക്തം കുറച്ചെടുത്ത് വിശുദ്ധ മന്ദിരത്തിന്റെ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തളിക്കുന്നു. അതുപോലെ കുറച്ച് ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടുന്നു. ബാക്കി വരുന്നത് യാഗപീഠത്തിൽ ഒഴിക്കുന്നു. അതിന്റെ മേധസ്, തല, കുടല് തുടങ്ങിയ സാധനങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളയുന്നു, വെണ്ണീറാക്കുന്നു എന്ന് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇതാണ് പാപയാഗത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ പാപയാഗത്തിന്റെ പ്രമാണം ഇതാണെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്ന പ്രമാണം എന്ന് പറയുന്നത് അതാണ് നമ്മളിവിടെ വായിച്ചത്. അവൻ സ്തോത്രം ചെയ്യുന്നു, അവൻ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോ ഇവിടെ ഈ യാഗമൃഗം അറുക്കപ്പെടുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇത്രമാത്രമാണ്. ഈ യാഗമൃഗത്തിന്, ഈ യാഗമൃഗം എനിക്ക് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറുക്കപ്പെടുന്നത്. എനിക്ക് പകരം, ഞാൻ ചെയ്ത തെറ്റിന് പകരം, വീഴ്ചയ്ക്ക് പകരം ഈ യാഗമൃഗത്തെ എന്ത് ചെയ്യുന്നു? അറുക്കുന്നു എന്നതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അവൻ പുതിയ നിയമസഭയിൽ നമ്മൾ കാണുമ്പോൾ അവൻ സ്വന്തം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ഇന്നേക്ക് 2025 ആണ്ടുകൾക്ക് മുന്നമേ നമ്മുടെ സകല പാപങ്ങളെയും വഹിച്ചുകൊണ്ട് അവൻ കാൽവരിയിൽ തൂങ്ങുവാനായിട്ടിടയായി. അവൻ അങ്ങനെയെങ്കിൽ അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്, അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണമുണ്ട്. അവൻ തിരുവെടുത്തിൽ വായിക്കുന്നു, നമ്മിൽ പാപം ഇല്ല എന്ന് പറയുന്നവർ ഇവിടെ 2 കുഞ്ഞുങ്ങൾ വചനം പറഞ്ഞു. നമ്മിൽ പാപം ഇല്ല എന്ന് പറയുന്നവർ അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം ദൈവസഭ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ അവൻ ഇന്നലകളിൽ ചെയ്തു പോയ ചെറുതോ വലുതോ ആയ അവൻ വീണ്ടും പറയാം, അതിന് മൂടി വെക്കുന്നവരൊരിക്കലും സുഖം വരികയില്ല. അവൻ ദൈവത്തിന്റെ വചനം സമ്പൂർണ്ണമായി കൈക്കൊണ്ട് വചനത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നവരുടെ അവൻ പാപം വാഴ്ച നടത്തത്തില്ല. അവൻ പാപത്തെ ജയിക്കുക എന്നത് ദൈവസഭയ്ക്ക് ദൈവം വച്ചിരിക്കുന്ന പ്രമാണമാണ്. ഈ പാപത്തെ ജയിച്ചില്ലെങ്കിൽ ഈ പാപം നമ്മെ ജയിക്കും, ഈ പാപം നമ്മെ കീഴ്പ്പെടുത്തും. ഈ പാപം ശക്തമാണ്, ഇത് ഭയങ്കരമാണ്, ഇത് ഭയാനകമാണ്, ഇത് നമ്മെ കൊല്ലുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവസഭ ഈ പാപത്തെ എന്ത് ചെയ്യണം?
കൊല്ലണം. അവൻ സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പഠിക്കുന്നുണ്ട്, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്തിന്? കർത്താവിന് വസിക്കേണ്ട വിശുദ്ധ മന്ദിരങ്ങളായി യേശുവിന്റെ രക്തം തന്ന് അവൻ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയതിന്റെ ഉദ്ദേശം മറ്റൊന്നല്ല, അവൻ കർത്താവിന് വസിക്കുവാനുള്ള അവരൊരു ഒരു മന്ദിരമായി തീരേണ്ടതിന് യേശു കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെടുവാനായിട്ടിടയായി. മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചല്ലോ, ഇതിന്റെ ഈ യാഗവസ്തുക്കളുടെ ആ മേധസ് പോലുള്ള ആ കൊഴുപ്പ് പോലുള്ള ഭാഗങ്ങളെല്ലാം എന്ത് ചെയ്യാറുണ്ട്? ഇതെല്ലാം തീയിലിട്ട് ചുട്ടുകളയാറുണ്ട്. അവൻ അതൊന്നും ആ പുരോഹിതന് ഭക്ഷിക്കുവാനുള്ള വ്യവസ്ഥയില്ല. പ്രത്യേകിച്ച് അവൻ തമ്പുരാൻ അങ്ങനെ ഒരു പ്രമാണം കൊടുക്കുന്നത് തന്നെ ആ മേധസ്സൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഹൃദയ രോഗങ്ങൾ, ഹൃദയ സ്തംഭനങ്ങൾ, രക്തസമ്മർദ്ദങ്ങൾ, അങ്ങനെ ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ശരീരത്തിൽ കൊഴുപ്പ് കൂടിയാൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തമ്പുരാൻ അതെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? വിലക്കിയിരിക്കുകയാണ്. ലേവ്യാപുസ്തകം 7-ാം അധ്യായം 23-ാം വാക്യം പഠിക്കുമ്പോൾ എന്തൊക്കെ ഭക്ഷിക്കണം, എന്തൊക്കെ ഭക്ഷിക്കരുത് എന്നതിനെ കുറിച്ചുള്ള പ്രമാണം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിച്ച് 7-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വേഗത്തിൽ. ചെമ്മരിയാടിന്റെയോ കാളയുടെയോ മേധസ് നിങ്ങൾ അശേഷം തിന്നരുത്. എന്തുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞത്? അവൻ ഈ പ്രമാണം ദൈവമനുഷ്യനായ മോശ 3500 ആണ്ടുകൾക്ക് മുന്നമേ എഴുതി വച്ചിരിക്കുന്ന ഒന്നാണ്. അവൻ നമുക്കറിയാം, ഇന്ന് ഹൃദ്രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വസിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളും കാൽസ്യവുമായി അത് രക്തധമനികളിൽ അടിഞ്ഞ് അവൻ സ്തോത്രം ചെയ്യുന്ന രക്തനാളങ്ങൾ അത് സംഭവിക്കുന്നു. അത് ഹൃദയത്തിൽ വീക്കമുണ്ടാക്കുന്നു. അത് പലതരത്തിലുള്ള ആഘാതത്തിലേക്ക് നമ്മുടെ ശരീരത്തെ തള്ളിവിടുന്നു. അതുകൊണ്ടാണ് ഹൃദയാഘാതം മുഖാന്തരം ഒരു രോഗി ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ പറയും, അനിമലിന്റെ ഫാറ്റ് കഴിക്കരുത്, വെളുപ്പ് കഴിക്കരുത്, അതുപോലെ ബട്ടർ, ക്രീം, മുട്ട, നെയ്യ് ഇതുപോലുള്ള ആഹാരങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ കൊഴുപ്പ് അത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യാഗമർപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളെ എന്ത് ചെയ്യുകയാണ്? പാളയത്തിന് പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരം, ഞാൻ ഓർപ്പിച്ചു, ഇത് കർത്താവിന്റെ മന്ദിരമാണ്. ഇവിടെ കർത്താവാണ് വസിക്കേണ്ടത്. കർത്താവ് വസിക്കേണ്ട ഈ മന്ദിരം അശുദ്ധമാക്കാനായി പാടില്ല. കരമുയർത്തി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ അവൻ സ്തോത്രം ചെയ്യുന്ന പഴയ നിയമത്തിൽ ഒരു യാഗം അർപ്പിക്കുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ പ്രായശ്ചിത്തമായി യേശു കർത്താവ് നമുക്ക് പകരമായി അവൻ തന്റെ ജീവനെ തന്നതായിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവൻ ഒന്ന് വേഗത്തിൽ വായിക്കൂ. റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാൽ. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ ചെയ്തിരിക്കുന്നു, പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് സഹോദരന്മാർ, എല്ലാ ശബ്ദവും വന്നില്ല, ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. സൈഡ് ബിസിനസ്സുകൾ എല്ലാം മാറ്റി വെക്കുക. അതെല്ലാം നമുക്ക് പുറത്ത് ആരാധന കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം അഴിച്ചു പറയാം, അവസരം തരാം. നിങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യണ്ട, എനിക്കറിയാം നിങ്ങൾ അതിന്റെ വ്യഗ്രതയിലാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പൊ പൊളിക്കാം, പണിയാൻ നമുക്ക് താല്പര്യമില്ല, പൊളിക്കാം. ഓക്കെ സ്തോത്രം. ശ്രദ്ധിച്ചേ, അവസരം തരാം. അപ്പോ ഇവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് രക്തം മൂലം എന്ത് ചെയ്യുന്നു? പ്രായശ്ചിത്തമുണ്ട്. ഞാൻ പറഞ്ഞു, രക്തം കണ്ടാൽ അവിടെ എന്ത് കാണണം? അവിടെ
അവിടെ ഒരു മരണം, അല്ലെ? മരണമാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണമാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രായശ്ചിത്തം വരുത്തിയിരിക്കുന്നത്. നമ്മൾ യേശുവിനെ കുറിച്ച് കാണുന്നത്, യേശു ആരാണ്? അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. പഴയ നിയമത്തിൽ യാഗാർപ്പണത്തിൽ യാഗമൃഗത്തിന്റെ മേൽ കത്തിവെക്കുമ്പോൾ രക്തം എന്ത് ചെയ്യുന്നു? ചൊരിയുന്നു. അതുപോലെയാണ് യോഹന്നാൻ സ്നാപകൻ മിശിഹയായ ക്രിസ്തുവിനെ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കളെ പാദപീഠമാക്കുമ്പോഴും അവൻ കാത്തിരിക്കുന്നു. അപ്പോ പഴയ നിയമ കാലഘട്ടത്തിൽ അവൻ പാപത്തിന്റെ വലിയ അർപ്പണങ്ങൾ ചെയ്തുവെങ്കിൽ എന്റെ കർത്താവ് എന്തെന്നറിയാമോ? നമുക്ക് വേണ്ടി ഏക യാഗം അർപ്പിച്ചിട്ട് പിതാവിന്റെ സന്നിധിയിൽ അവൻ ശത്രുക്കളെ പാദപീഠമാക്കുമ്പോഴും അവൻ കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കുക, യേശു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി. യേശു നമ്മുടെ കാര്യസ്ഥൻ. രണ്ടാമത്തെ വാക്ക്, യേശു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ, പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? കോപിച്ചിരിക്കുന്ന മനുഷ്യന്റെ കോപത്തെ ശമിപ്പിക്കുക എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം നൽകിയിരിക്കുന്നത്. കോപിച്ചിരിക്കുന്ന മനുഷ്യന്റെ കോപത്തെ നശിപ്പിക്കുക എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിലേക്ക് വരുമ്പോ നമ്മുടെ ദൈവം ആരാണ്? ദൈവം കോപിക്കാറുണ്ട്, അല്ലെ? ദൈവത്തിന് പാപത്തോട് യാതൊരു കോംപ്രമൈസും ഇല്ല. ഗോഡ് ഈസ് ആംഗ്രി അറ്റ് സിൻ. ദൈവം പാപത്തെ വെറുക്കുന്നു. പാപത്തെ അവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല. പാപം ദൈവം വിദ്വേഷിക്കുന്ന ഒരു ശക്തിയായി തന്നെയാണ് നിലനിൽക്കുന്നത്. പാപത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല, പാപത്തെ കാണാനുള്ള കണ്ണില്ല, പാപത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് ദൈവത്തിന് ഇല്ല. അതുകൊണ്ട് ദൈവം പാപികളോടും പാപ സ്വഭാവത്തോടും ദൈവം എങ്ങനെയുള്ളവനാണ്? കോപിഷ്ഠനാണ്. അപ്പോ ദൈവം കോപിഷ്ഠനാണ്, എന്നാൽ സർവദാ ദൈവം കോപിക്കുന്നവൻ അല്ല. നമ്മൾ തിരുവെടുത്ത് മൊത്തം പഠിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മളതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ഒരു ക്ഷിപ്രകോപി അല്ല. നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോ അവിടെ 8-ാം അധ്യായം പഠിക്കുമ്പോ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം എന്ത് ചെയ്യുന്നില്ല? നൽകുന്നില്ല. പലരും പലതരത്തിലുള്ള തിന്മകൾ ചെയ്യുന്നു, പല വളഞ്ഞ വഴികളിലൂടെ ജീവിക്കുന്നു. അത് അവർ തൊഴിലുകൾ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നൽകാത്തത് കൊണ്ട് ദോഷം ചെയ്യുവാൻ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ധൈര്യപ്പെടുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരു ക്ഷിപ്രകോപിയല്ല. ദൈവം കോപിച്ചിട്ടുണ്ട്. ദൈവം കോപിച്ചാൽ അവന്റെ ഒറ്റ ശ്വാസത്തിൽ തന്നെ സകലത്തെയും എന്ത് ചെയ്യാൻ കഴിയും? ഉന്മൂലനം ചെയ്യുവാനായി കഴിയും. ദൈവം നമ്മോട് എന്തുമാത്രം മനസ്സിലുള്ളവനാണ്, എന്തുമാത്രം ദീർഘക്ഷമയാണ് കാണിച്ചിരിക്കുന്നത്. അവൻ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ കാണിക്കുന്ന ഓരോ അവിവേകത്തിന് ദൈവം കാണിച്ചിരിക്കുന്ന അവൻ ദീർഘക്ഷമ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. അവിടുന്ന് ദീർഘമായി ക്ഷമിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഇവിടെ മുട്ടുകുത്തുവാൻ കഴിയത്തില്ലായിരുന്നു. അവൻ നമ്മൾ ചിന്തിക്കുന്നു, അവൻ ഓരോ ദിവസവും വച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശം അവൻ എന്റെ കഴിവോ നിങ്ങളുടെ കഴിവോ നമ്മുടെ പ്രാർത്ഥനയെ പരിശുദ്ധിയുടെയോ മാനദണ്ഡമാക്കിയല്ല, മറിച്ച് എന്റെ കർത്താവ് നമുക്ക് വേണ്ടി കാര്യസ്ഥരായിരുന്നത് കൊണ്ട്, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ്, അവൻ നമുക്ക് വേണ്ടി അറ്റാച്ച്മെന്റ് ആയതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ദൈവം കോപിച്ചിട്ടുണ്ട്. നമ്മള് പുസ്തകത്തിലേക്ക് പോകുമ്പോ, പുറകിലോട്ട് പോകുമ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, നോഹയുടെ കാലഘട്ടത്തിൽ നോഹയുടെ ഒരു കുടുംബം ഒഴികെ അവൻ മുഴുവൻ മാനവകുലത്തെയും തമ്പുരാൻ എന്ത് ചെയ്തു? പ്രളയത്താൽ സംഹരിച്ചത് നമ്മൾ കാണുന്നുണ്ട്. സോദോം ഗൊമോറയുടെ മേൽ അഗ്നി വർഷിപ്പിച്ചത് നമ്മൾ കാണുന്നുണ്ട്. അവൻ സ്വാതന്ത്ര്യം നമ്മൾ ഇങ്ങോട്ട് അവൻ പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴും അവൻ തമ്പുരാൻ യേശു കർത്താവ് ചില സമയത്ത് അവൻ കോപിച്ചതായി കാണുന്നു. എവിടെ? ഒരിക്കൽ യേശു ദൈവാലയത്തിലേക്ക് ചെന്നപ്പോ ദൈവാലയം അവൻ കള്ളന്മാരുടെ മതിയാക്കപ്പെട്ടിരിക്കുന്നു.
അത് മലിനമാക്കപ്പെട്ടിരിക്കുന്നു, അവരത് അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അത് വാണിജ്യ വ്യവസായശാലയാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ കാഴ്ച കർത്താവിന് ശ്രമിച്ചില്ല. അവർ അടിച്ചു ചിലതിനെ, മറിച്ചിട്ടു ചിലതിനെ, പുറത്താക്കി ചിലതിനെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ ദൈവം തന്റെ കയ്യിൽ ചാട്ടവാർ എടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് ഇവിടെ നിൽക്കുവാനായി കഴിയും? Praise the Lord. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, തന്റെ തെറ്റുകളെ ഏറ്റുപറയുന്നു എങ്കിൽ, തന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ നീതിയും വിശ്വസ്തതയും ഉള്ളവനാകുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവം കോപിച്ചിരുന്നു എങ്കിൽ നമ്മൾ എന്ന് തകർന്നു പോകേണ്ടതാണ്. ഒരിക്കലും നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് പിന്നെ ശമരിയിലേക്ക് പോവുകയാണ്. ശമരിയിലേക്ക് പോകുമ്പോ ശമരിക്കാര് യേശുവിന്റെ യാത്ര എന്ത് ചെയ്തു? തടഞ്ഞു. യേശുവിനെയും ശിഷ്യന്മാരെയും അങ്ങോട്ട് പോകാനായി അനുവദിച്ചില്ല. അപ്പോ പത്രോസും യാക്കോബും യേശുവിന്റെ അടുക്കൽ ഒന്ന് പറയുകയാണ്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ഇവരുടെ മേൽ തീയിറങ്ങി ദഹിപ്പിക്കാനായി കൽപ്പിക്കണം എന്ന് പറയുന്നു. തമ്പുരാൻ ആ വാക്ക് ഇഷ്ടപ്പെട്ടോ? ഇല്ല. തമ്പുരാൻ എന്താ ചെയ്തേ? തമ്പുരാൻ തിരിഞ്ഞ് പത്രോസിനെയും യാക്കോബിനെയും ശാസിക്കുന്നു. അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് കഥ പറയുന്ന പദം ഇതാണ്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണനെ കൊല്ലുവാനല്ല, നശിപ്പിക്കുവാനല്ല, അവർക്ക് ജീവൻ നൽകുവാൻ അത്രേ കടന്നു വന്നത്. അവൻ ഇന്ന് പകൽക്കാലം അവൻ സമൃദ്ധമായ ജീവൻ തരുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, ഇന്നും പകലില് അവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപം ഇല്ല എന്ന് പറയുന്നു എങ്കിൽ അവൻ നമ്മൾ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് സത്യം. നമ്മിൽ ഇല്ലാതെ ആയി. അവൻ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇന്ന് പകൽക്കാലം ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അനേക കാര്യങ്ങൾ മുമ്പിലുണ്ടല്ലോ. അവൻ പാപത്തെ മറച്ചു വെച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. പ്രൈസ് ദി ലോർഡ്. നമ്മള് ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശമൂവേൽ ദാവീദ് തന്റെ പാപത്തെ മറച്ച് വയ്ക്കുവാനായിട്ടിടയായി. സാഹചര്യം അറിയാം. അവൻ പാപം മറച്ചു വെച്ച് സന്തുഷ്ടകരമായി ജീവിക്കുമ്പോൾ പ്രവാചകനായ നാഥാൻ തന്റെ അടുക്കൽ കടന്നു വരുന്ന രംഗം നാം അവിടെ വായിക്കുന്നുണ്ട്. അവൻ നാഥാൻ പ്രവാചകൻ കടന്നു വരുന്നു. ദാവീദ് ചെയ്ത കൊല്ല അത് ഭയങ്കരമാണ്. അവൻ നമുക്കറിയാം, തന്റെ സൈന്യത്തിലെ വിശ്വസ്തനായ ഒരു ഭൃത്യനെ, ഹിത്യനായ ഊരിയാവിനെ എന്ത് ചെയ്തു? മുൻനിരയിൽ നിർത്തി, ശൂരന്മാരുടെ മുമ്പിൽ നിർത്തി അവനെ തട്ടിക്കളഞ്ഞു. തട്ടിക്കളഞ്ഞതിന്റെ കാരണം അതിന്റെ മുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, അവൻ തട്ടിക്കളഞ്ഞിട്ട് അവൻ സ്തോത്രം ചെയ്യുന്നു. എന്താ ചെയ്തത്? അവൻ സന്തോഷമായി തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. തന്റെ യുദ്ധങ്ങൾ പിന്നെയും നടത്തുകയാണ്. അദ്ദേഹം തന്നെത്താൻ ന്യായീകരിക്കുന്നു. വാളവിടെയും വെട്ടും ഇവിടെയും വെട്ടും എന്ന് പറഞ്ഞ് അവൻ തന്നെത്താൻ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യോവാബിനെ ധൈര്യപ്പെടുത്തിയിട്ട് പറയുന്നു, നീ മുന്നോട്ട് പോയിക്കൊള്ളുക, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കലേക്ക് വരുന്നത്. ദാവീദിന്റെ അടുക്കൽ വന്ന് ഒരു ചെറിയൊരു ഉദാഹരണം എന്ന പോലെ ഒരു സംഭവം തന്റെ മുൻപിൽ പറഞ്ഞു അവതരിപ്പിക്കുന്നു. അവൻ ഒരു ദേശത്തിൽ, ഒരു പട്ടണത്തിൽ ഒരു ധനവാനുണ്ടായിരുന്നു, ഒരു ദരിദ്രനുമുണ്ടായിരുന്നു. ധനവാന് ധാരാളം ആടുമാടുകൾ, സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെയുണ്ട്. അവൻ ധനവാൻ ആകപ്പാട് ഉപകരിച്ചു വളർത്തിയ ഒരേ ഒരു ആട്ടിൻകുട്ടി, അത് തന്റെ മടിയിൽ വന്ന് കിടക്കും. അവൻ അത് മാത്രമേ തനിക്ക് സ്വത്തായിട്ടുള്ളൂ, വേറെ ഒന്നും അതിനില്ല. അവൻ സ്വന്തം. എന്നാൽ ഈ ധനവാന്റെ വീട്ടിൽ അവൻ സ്വന്തം ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ, ഈ ധനികന്റെ വീട്ടിൽ ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ, ഈ ധനികനായ മനുഷ്യൻ അവൻ ദരിദ്രനായ മനുഷ്യന്റെ വീട്ടിലുള്ള ആ കുഞ്ഞ്
കുഞ്ഞാടിനെ വെട്ടി എന്ത് ചെയ്തു? അവൻ അറുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ദാവീദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുന്നു. അവൻ മരണയോഗ്യനാണ്, അവനെ വച്ചേക്കുവാൻ പാടില്ല. അപ്പോൾ നാഥാൻ പറഞ്ഞ ഒരു പദമുണ്ട്. ആ മരണയോഗ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, അത് നീ തന്നെയാണ്. നീയാണ് മരണയോഗ്യൻ എന്ന് ദാവീദിനെ ഉണർത്തുവാനായിട്ടിടയായി. ഇന്ന് പകൽക്കാലം അഗ്നിജ്വാലയ്ക്ക് കണ്ടുള്ള പരിശുദ്ധനായ കർത്താവ് എന്റെയും നിങ്ങളുടെയും നിലവുകൾ, ഇരിപ്പുകൾ, മനോവിചാരങ്ങൾ, നമ്മുടെ കിടക്ക, നമ്മുടെ ചിന്ത, നമ്മുടെ ശൈലി, നമ്മുടെ ജീവിതം, നമ്മുടെ മനോഭാവങ്ങൾ സകലത്തെയും എന്റെ കർത്താവ് ഇന്ന് രാത്രി പകലിൽ വിവേചിക്കുന്നുണ്ട്. അവിടുത്തെ കണ്ണ് അവൻ അഗ്നിജ്വാലയ്ക്ക് തുല്യ. അത് കുത്തി തുളച്ചു ചെല്ലുന്നതാ, ഏതന്തരേന്ദ്രിയങ്ങളെ തുളച്ചു ചെല്ലുന്നതാ. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുൻപിൽ അവൻ നടുങ്ങിയാൽ, അവൻ വചനത്തിന് മുൻപിൽ ഭയപ്പെട്ടാൽ, വചനം നമ്മിൽ വാണാൽ, അവൻ പാപത്തിന്റെ ശക്തികൾ, അത് നിമിത്തമുള്ള ശാപങ്ങൾ ഇന്ന് പകൽക്കാലം തകർക്കുവാൻ കർത്താവ് ശക്തനാണ്. ഞാൻ പറയട്ടെ, പാപം അവൻ നമ്മുടെ ശാപത്തിലേക്ക് നയിക്കുന്നു, നമ്മെ തകർച്ചയിലേക്ക് നയിക്കുന്നു. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ഇതാണ് നമ്മൾ കാണുന്നത്. അവൻ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ ഒരു സംഭവം, ഒരു അനുഭവം ഞാൻ ഡയറക്റ്റായി ഞാൻ കണ്ട ഒരു സംഭവം ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ അവൻ സ്തോത്രം ചെയ്യുന്നു. ഒരു വീട്ടിൽ ഭക്ഷണത്തിന് ചെല്ലുമ്പോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അവൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊച്ചുകുട്ടി രണ്ട് കൈയിൽ ആ ശ്വാസമിട്ട് ആ കൊച്ച് എഴുതി വരികയാണ്. കാണാൻ സുന്ദരനാണ്, കാണാൻ വളരെ മനോഹരനാണ്. ആ കുഞ്ഞെഴുതി വരുമ്പോൾ ഞാൻ ചോദിക്കുന്നു, മോനെ നീ എന്തിനാണ് കയ്യിൽ സോക്സ് ഇട്ടിരിക്കുന്നത്? സാധാരണ എല്ലാവരും സോക്സ് ഇടുന്നത് കാലിലല്ലേ? തമാശയ്ക്ക് ചോദിച്ചതാ. അടുത്തു നിന്ന സഭയുടെ ഒരു മൂപ്പൻ പറഞ്ഞു, പാസ്റ്ററേ, അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. എന്താണെന്നറിയാമോ? ഈ കുഞ്ഞ് കയ്യിൽ സോക്സ് ഇട്ടിരിക്കുന്നത് അത് വെറുതെയല്ല. അവൻ സ്തോത്രം, ഈ കുഞ്ഞിന്റെ കൈവിരലുകളെല്ലാം നഷ്ടപ്പെട്ടതാ. കാരണം എന്താണെന്നറിയാമോ? ചില ആണ്ടുകൾക്ക് മുന്നമേ ഒരു സമൂഹത്തിൽ അപരിഷ്കൃതനായ, തള്ളപ്പെട്ട ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു എന്താ പറയുന്ന ഒരു പട്ടികവർഗത്തിൽപ്പെട്ട ഒരു യുവാവ്, ഒരു കൊച്ചു ചെറുക്കൻ, അവൻ വിശന്നിട്ട് ഈ കുഞ്ഞിന്റെ കണ്ടത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ അപ്പച്ചന്റെ കണ്ടത്തിൽ കൂടെ ആ റോഡിൽ കൂടെ പോകുമ്പോ മാവിൽ മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടു. അവൻ വിശന്നിട്ട് കല്ലെടുത്തെറിഞ്ഞ് ഒരു മാങ്ങയെ തള്ളിയിട്ടു. അവൻ വിശന്നത് കൊണ്ടാണ് ആ മാങ്ങ തള്ളിയിട്ടത്. അവൻ ഭക്ഷിച്ചു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന ക്രൂരനായ ഈ പിതാവ് എന്തെന്നറിയാമോ? ഈ കുട്ടിയെ പിടിച്ചു, അവനെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചിട്ടും ആ കിളവന്റെ കോപം ശമിച്ചില്ല. ഈ മനുഷ്യൻ ആ കൊച്ചിനെ, അവൻ 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്നു, ആ കുഞ്ഞിനെ ആ മരത്തോട്, മാവ് വൃക്ഷത്തോട് ചേർത്ത് കെട്ടിയിട്ട് തന്റെ കയ്യിലുള്ള ആ കത്തിയെടുത്ത് അവന്റെ വിരലിനെ വെട്ടി മുറിച്ചു. അവൻ, ഞാൻ പറയട്ടെ, അവൻ സ്വന്തം തന്റെ മകൻ വിവാഹം കഴിച്ച് തന്റെ മകന് അവൻ കുഞ്ഞിനെ ദൈവം കൊടുത്തപ്പോ ആ കുഞ്ഞിന്റെ 10 വിരലും ഇല്ലാതെയാണ് ജനിക്കുവാനിടയായത്. എന്ന് പറഞ്ഞാൽ പാപത്താൽ ഉളവാകുന്ന ശാപം ഇന്ന് പകൽക്കാലം തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരാണ്. അവൻ ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവരാ, പറഞ്ഞിരിക്കുന്ന പാപങ്ങളെ, പറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോറ്റി എന്നെ മോചിപ്പിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ പാപത്തിന്റെ ചില കെട്ടുകൾ പൊട്ടു, അകൃത്യത്തിന്റെ ചില കെട്ടുകൾ പൊട്ടു. അപ്പോൾ തന്നെ ചില ശാപങ്ങൾ അവൻ കുടുംബത്തെ ആരാക്കിട്ട് ഉറപ്പിച്ച, കുടുംബത്തെ തകർച്ചകളിൽ നടക്കുന്ന ചില ശാപങ്ങൾ ഇന്ന് പകൽക്കാലം തകരുവാനിടയായിത്തീരുന്നു. യേശുവിന്റെ രക്തത്തിന് അതിനുള്ള ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലത്രേ ദൈവസഭ വന്നിരിക്കുന്നത്. എല്ലാ കെട്ടുകളും അടയട്ടെ, നമ്മുടെ കാലുകൾ മടങ്ങട്ടെ. അവർക്ക് ഇന്ന് പകൽക്കാലത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പുണ്യാഹ രക്തം അവർക്ക് ഇതിനകത്ത് വെടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാൽവരിയിൽ കാണാം ആ ക്രൂശിന്റെ സ്നേഹം. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ ദൈവം അവൻ നമ്മെ ബലപ്പെടുത്തുന്ന നിമിഷമാണ്. അവൻ നമ്മെ ശക്തീകരിക്കുന്ന നിമിഷമാണ്. ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? ഇന്ന് പകൽക്കാലം അവൻ ഏത് തരത്തിലുള്ള ഭാവിയെയും സ്നേഹിക്കുന്ന, അവൻ ഭാവത്തെ വെറുത്ത് ഭാവിയെ ചേർത്ത് പിടിക്കുന്ന അവനൊരു കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അവൻ മോശയുടെ പ്രമാണം പറയും കല്ലെറിയണമെന്ന്, അവൻ പിടിച്ചുകൊണ്ട് വന്നവന് പറയും കല്ലെറിയണമെന്ന്. എന്നാൽ സ്നേഹനിധിയായ യേശു പറയുന്നു, അത് ചെയ്യരുത്, അത് ചെയ്യരുതവനെ വിട്ടറിയുക, അവൻ സ്വതന്ത്രനായ അവൻ പോയിക്കൊള്ളട്ടെ. ഇന്ന് പകൽക്കാലം നമ്മിൽ ഭാഗമില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? അവൻ നമ്മിൽ ഭാഗമില്ല എന്ന് അവൻ പലരും മറ്റുള്ളവരെ വിധിക്കുന്നില്ലേ? മറ്റുള്ളവരെ വഞ്ചിക്കവൻ ശ്രമിക്കുന്നില്ലേ? മറ്റുള്ളവരെ വഞ്ചിക്കുന്നില്ലേ? മറ്റുള്ളവർക്ക് വിരോധമായി ആവശ്യമില്ലാത്തത് അവൻ സ്വന്തം അപവാദ പ്രകടനങ്ങൾ നടത്തുന്നില്ലേ? പാപമില്ല എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നിങ്ങളിൽ ഇല്ല. ഇന്ന് രാത്രി ദൈവ പകൽക്കാലം ദൈവവൈകൻ എന്ന് പറഞ്ഞാൽ അവൻ വെളിച്ചത്തിന്റെ കൂട്ടാളിയാണ്. യേശുവിൽ